Hello and welcome back to Molecular Innovations Language Training Part 5. ഒരു കഥയിലെ 12 സിറ്റുവേഷൻസ് ആയി ഗ്രാമറിനെ നമ്മൾ സിമ്പിൾ ആയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 സിറ്റുവേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് കഥ തുടരാം. ഇന്ന് നമുക്ക് സാൻഡ്രയുടെ സ്കൂൾ വരെ ഒന്ന് പോയി നോക്കാം. സാമും അച്ഛനും സാൻഡ്രയുടെ സ്കൂളിലേക്ക് പോയി. അവിടെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റുവേഷൻ 2 നമ്മൾ പഠിച്ചതുപോലെ പറയുകയാണെങ്കിൽ the teacher is teaching. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. The children are studying. ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. I am watching them. സ്കൂൾ വിട്ടു. സാൻഡ്ര ഓടി വന്നു. ഞങ്ങൾ സാൻഡ്രയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അമ്മ സാമിനോട് ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ എന്ത് ചെയ്യുകയായിരുന്നു? What were you doing in school? ഞങ്ങൾ സാൻഡ്രയെ കാത്തിരിക്കുകയായിരുന്നു. We were waiting for Sandra. സാൻഡ്ര പഠിക്കുകയായിരുന്നു. She was studying. Situation number 7. മുൻപ് ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ സബ്ജക്റ്റിന്റെ കൂടെ was അല്ലെങ്കിൽ were എന്ന് ആഡ് ചെയ്ത് വെർബിന്റെ കൂടെ ing ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, I was playing. ഞാൻ കളിക്കുകയായിരുന്നു. She was reading. അവൾ വായിക്കുകയായിരുന്നു. They were cooking. അവർ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. We were singing. ഞങ്ങൾ പാടുകയായിരുന്നു. സിറ്റുവേഷൻ നമ്പർ 7 നമുക്ക് മുൻപ് പഠിച്ച 2 സിറ്റുവേഷൻസുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സിറ്റുവേഷൻ നമ്പർ 2 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സിറ്റുവേഷൻ നമ്പർ 3 ഒരു നിശ്ചിത സമയത്ത് ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ. ഈ 2 സിറ്റുവേഷൻസുമായി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I am going to school. ഞാൻ സ്കൂളിൽ പോവുകയാണ്. ഒരു നിശ്ചിത സമയത്ത് കഴിഞ്ഞു പോയെങ്കിൽ I went to school yesterday. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. I was going to school yesterday. ഞാൻ ഇന്നലെ സ്കൂളിൽ പോവുകയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുകയായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ was അല്ലെങ്കിൽ were എന്ന് ആഡ് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റഡ് ആക്ഷൻ അല്ല. ഫോർ എക്സാമ്പിൾ, I was going to school. ഞാൻ സ്കൂളിൽ പോവുകയായിരുന്നു. അപ്പോൾ മറ്റെന്തെങ്കിലും സംഭവിച്ചു കാണണം. When I was going to school, I saw them. ഞാൻ സ്കൂളിൽ പോവുകയായിരുന്നു. അപ്പോൾ അവരെ കണ്ടു. അതായത് ചെയ്തു കഴിയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം സംഭവിച്ചു. I saw them when I was going to school. ഇങ്ങനെ കംപ്ലീറ്റഡ് ആവാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ was അല്ലെങ്കിൽ were എന്ന് ഉപയോഗിക്കുന്നത്. വെർബിന്റെ കൂടെ ing ചേർക്കാനും മറക്കരുത്. ഒരാളാണെങ്കിൽ was, ഒന്നിൽ കൂടുതലാണെങ്കിൽ were. ഇവിടെ എക്സെപ്ഷൻ you മാത്രമാണ്. You were എന്നാണ് പറയുന്നത്. You were talking when I came. ഞാൻ വന്നപ്പോൾ നീ സംസാരിക്കുകയായിരുന്നു. കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. The girl is watching TV. ആ പെൺകുട്ടി TV കാണുകയാണ്. The girl was watching TV. ആ പെൺകുട്ടി TV കാണുകയായിരുന്നു. The girl was watching TV when her mom called. ആ പെൺകുട്ടി TV കാണുകയായിരുന്നു. അപ്പോൾ അവളുടെ അമ്മ വിളിച്ചു. അല്ലെങ്കിൽ അമ്മ വിളിച്ചപ്പോൾ അവൾ TV കാണുകയായിരുന്നു. My parents are cooking. എൻ്റെ അച്ഛനും അമ്മയും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. My parents were cooking. എൻ്റെ അച്ഛനും അമ്മയും ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ ഇന്നലെ പഠിക്കുകയായിരുന്നു. അവൾ പാടുകയായിരുന്നു. അവർ ജോലി ചെയ്യുകയായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. മോളിക്യുലർ ഇന്നോവേഷൻ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ go through the website www.molecularinnovations.com. ഇനി ഇതുപോലെ 5 സിറ്റുവേഷൻസ് കൂടെ മാത്രം. വരൂ, ഇനി നമുക്ക് മലയാളം പോലെ ഇംഗ്ലീഷും സംസാരിക്കാം. Until next week, this is Amos signing off.